ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള ഒരു നാടൻ മാങ്ങ അച്ചാറാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ മാങ്ങ അച്ചാർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മാങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/2 കിലോയുടെ ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒരു പീലറോ അല്ലെങ്കിൽ കത്തി വെച്ച് ഒന്ന് എടുത്ത് കളയാം. തൊലിയൊക്കെ ഒന്ന് നന്നായിട്ട് കളയാം. അപ്പം ഈ ഒരു നമ്മൾ 500 ഗ്രാമിൻ്റെ ഒരു മാങ്ങ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ വരുമ്പോൾ ഒരു 100 ഗ്രാമൊക്കെ കുറവ് കാണും. ഇപ്പം ഞാൻ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അപ്പം തൊലി കളയുമ്പോൾ ഒത്തിരി അങ്ങ് കളയല്, കുറച്ച് തൊലിയൊക്കെ മാങ്ങയിൽ തന്നെ ഇരിക്കണം. അപ്പോൾ അച്ചാറിടുമ്പോൾ അങ്ങനെ തന്നെ തൊലി ഒരുപാട് കളയാതെ തന്നെ എടുക്കണം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം കട്ട് ചെയ്തെടുക്കുമ്പം നമുക്കിഷ്ടത്തിന് ഒത്തിരി അങ്ങ് വലുതാക്കണ്ട. അപ്പം ഒത്തിരി വലുതാക്കാതെ അത്യാവശ്യം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴായിരിക്കും നമ്മൾ മസാലയൊക്കെ ഇട്ടെടുക്കുമ്പോൾ നന്നായിട്ട് മാങ്ങയില മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നത്. ഇനിയിപ്പം ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ മാങ്ങയില നന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കണം. അപ്പോഴായിരിക്കും ഉപ്പൊക്കെ മാങ്ങയിൽ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നത്. നമ്മൾ ഉപ്പിട്ടതിന് ശേഷം എത്ര നേരം കൂടുതൽ വെക്കുന്നോ അത്രയും നല്ലതായിരിക്കും. ഞാനിവിടെ ഒരു 4 മണിക്കൂറോളം ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ മാങ്ങ നമ്മൾ അച്ചാറിട്ടാലും നല്ല ക്രിസ്പി ആയിരിക്കും. അതുപോലെ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പം മാങ്ങ അച്ചാറിനുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അച്ചാറിടുമ്പോൾ എപ്പോഴും നല്ലെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 10 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. അത് 2ആയിട്ട് കീറിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തു. അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. ഇതിപ്പോൾ അധികം എരിയില്ലാത്തതാണ്. അപ്പോൾ എരി ഉണ്ടെന്നുണ്ടെങ്കിൽ പകുതി കാശ്മീരി മുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിത്രയാണ് നമുക്ക് അച്ചാറിന് വേണ്ട മസാല. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ആ മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പം നമ്മൾ മസാല ഇട്ട് കൊടുക്കുമ്പം എപ്പോഴും തീ വളരെ കുറച്ച് വെച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുത്ത് ഇതൊന്ന് വറുത്തെടുക്കാൻ. ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മാങ്ങയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മതിയാവും. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മസാല നന്നായിട്ട് തിളപ്പിച്ച് ഈ മസാല നന്നായിട്ടൊന്ന് കുറുകി വരുന്നിടം വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം മസാലയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതുപോലൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മാങ്ങയുടെ പുളി അനുസരിച്ച് ഇതിൻ്റെ അകത്തിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് തണുക്കാൻ വെക്കാം. അപ്പം നമ്മൾ മസാല നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് മാങ്ങ അരിഞ്ഞതിൻ്റെ അകത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മസാല നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ ഇതിൻ്റെ അകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ മാങ്ങ ചേർക്കുന്നതിന് മുമ്പേ മസാല നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ മാങ്ങ അങ്ങ് വെന്തു പോവും. അപ്പം നമ്മുടെ അച്ചാർ നല്ലതായിരിക്കത്തില്ല.
ഇനി മാങ്ങ എല്ലാം ചേർത്തതിന് ശേഷം മസാലയുടെ കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മാങ്ങയെല്ലാം നമ്മൾ നന്നായിട്ട് മസാലയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലോ സിറാമിക് ജാറിലോ ഒക്കെ ഇട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സെറനീസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയായിട്ട് കാണാം. താങ്ക്